അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട 2ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ, നമുക്കിനി നോക്കാനുള്ളത് പാദവാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ട് അഖ്ലാഖിൽ നിന്നുള്ള കുറച്ച് മോഡൽ ചോദ്യങ്ങളാണ്. അപ്പോൾ ഇതിൽ പറയുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങളൊക്കെ നന്നായി മനസ്സിലാക്കി പഠിച്ചു വെക്കുക. അപ്പോൾ പാദവാർഷിക പരീക്ഷയ്ക്ക് അഖ്ലാഖിൽ നിന്ന് 4 പാഠങ്ങളാണ് പരീക്ഷയ്ക്ക് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ചോദ്യങ്ങളൊക്കെ കുട്ടികളെ കൊണ്ട് നന്നായി പഠിപ്പിക്കുക, കാര്യമായിട്ട് എഴുതി പഠിപ്പിക്കണം. ഇതുപോലുള്ള മറ്റു മോഡൽ ക്വസ്റ്റ്യൻ്റെ പേപ്പറുകൾക്കായിട്ട് നമ്മുടെ ചാനലിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി, എന്നാൽ തന്നെ ഞാൻ വിട്ടുതരുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. ആദ്യത്തെ പ്രവർത്തനം, ഉത്തരം എഴുതുക. ചോദ്യത്തിന് ഉത്തരം എഴുതി കൊടുക്കുക. ഉമ്മ നമുക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തു? ഉമ്മ നമുക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തു? ആ ചെയ്ത കാര്യങ്ങൾ 4 എണ്ണമാണ് എഴുതാനുള്ളത്. അത് ഓരോന്ന് എഴുതണം. എഴുതുമ്പോൾ തെറ്റുകൂടാതെ എഴുതി പഠിക്കാൻ ശ്രമിക്കുക. ഒന്നാമത്തെ കാര്യം, ഉമ്മ നമ്മെ 10 മാസത്തോളം ഗർഭം ധരിച്ചു. അതാണ് 1. 2, വേദനിച്ചു പ്രസവിച്ചു. രണ്ടാമത്തെ കാര്യം, വേദനിച്ചു പ്രസവിച്ചു. 3, കഷ്ടപ്പെട്ടു വളർത്തി. 4, കുളിപ്പിച്ചു വസ്ത്രം ധരിപ്പിച്ചു. ഇതൊക്കെ എഴുതാം. ഇനി അടുത്ത ചോദ്യം, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ ചോദിച്ചു, ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ അടുപ്പം കാണിക്കേണ്ടത് ആരോടാണ്? ഈ ചോദ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി എന്ത്? അതിൻ്റെ മറുപടി എന്താണ്? നിൻ്റെ ഉമ്മയോട് എന്നാണ് നബി തങ്ങൾ മറുപടി പറഞ്ഞത്. നിൻ്റെ ഉമ്മയോട്. അത് മാത്രം എഴുതിയാൽ മതിയാകും. 3ാമത്തെ ചോദ്യം, ഇമാം നവവി റഹിമഹുമുള്ള എന്നവരുടെ മറ്റൊരു പേരെന്ത്? ഇമാം നവവി റഹിമഹുമുള്ള എന്നവരുടെ മറ്റൊരു പേരെന്താണ്? ഉത്തരം യഹ്യ ഇബ്നു ഷറഫ്. യഹ്യ ഇബ്നു ഷറഫ് പാഠഭാഗത്തിലുണ്ടാവും. 4ാമത്തെ ചോദ്യം, ഉപ്പ നമുക്ക് വേണ്ടി ചെയ്തു തന്ന 3 കാര്യങ്ങൾ എഴുതുക. നമ്മൾ ഉമ്മയുടെ പറഞ്ഞു 4 കാര്യങ്ങൾ, അതുപോലെ ഉപ്പയുടെ 4 കാര്യങ്ങൾ, ഉപ്പ നമുക്ക് ചെയ്തു തന്ന 4 കാര്യങ്ങൾ എഴുതാം. 1, നമുക്ക് വേണ്ട ഭക്ഷണം, അതിനുള്ള കാശ് ഉപ്പയാണ് തരുന്നത്. അതുപോലെ വസ്ത്രം വാങ്ങിത്തരുന്നത് ഉപ്പയാണ്. അതുപോലെ രോഗം വന്നാൽ മരുന്ന് വാങ്ങാൻ കാശ് തരുന്നത് അല്ലെങ്കിൽ മരുന്ന് വാങ്ങിത്തരുന്നത് ഉപ്പയാണ്. ഈ 3 കാര്യങ്ങളും ഉപ്പയുടെ ഭാഗത്തുനിന്ന് നമുക്ക് ചെയ്തു തരുന്ന കാര്യങ്ങളാണ്. ഇനി അടുത്ത പ്രവർത്തനം, ശരിയായവക്ക് ശരിയെന്നും തെറ്റിന് തെറ്റ് എന്നും അടയാളപ്പെടുത്തുക. 1, ഉപ്പയെ കാണുമ്പോൾ എഴുന്നേറ്റു നിൽക്കരുത്. ശരിയാണെങ്കിൽ ശരി, തെറ്റാണെങ്കിൽ തെറ്റിടുക. തെറ്റാണ്. ഉപ്പയെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം, അങ്ങനെയാണ് ചെയ്യേണ്ടത്. അവിടെ തെറ്റി കൊടുക്കുക. 2, വലിയവരെ ബഹുമാനിക്കുക. അല്ലേ? ശരിയാണ്. വലിയവരെ കാണുമ്പോൾ ബഹുമാനിക്കണം. അവിടെ ടിക്കിടുക. 3ാമത്തത്, റാഷിദ് രാവിലെ ഉണരുന്നു. റാഷിദ് രാവിലെ ഉണരുന്നു. ശരിയാണെങ്കിൽ ശരിയിടാം. ശരിയാണ്. 4ാമത്തത്, സുബൈർ മദ്രസയിൽ വൈകിയെത്തുന്നു. നല്ല കാര്യമാണോ? അല്ല. അത് തെറ്റിടുക. 5, മുഹമ്മദ് ഉസ്താദിനെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നു. മുഹമ്മദ് ഉസ്താദിനെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നു. നല്ല ശീലമാണ്. ശരിയിടാം. 6, യൂനസ് ചങ്ങാതിയോട് സലാം പറയുന്നു. നല്ല കാര്യമാണ്. അപ്പോൾ ശരിയിട്ട് കൊടുക്കുക. ഇനി അടുത്ത പ്രവർത്തനം, യോജിച്ചവ ചേർക്കാം. യോജിച്ചത് താഴേക്ക് എഴുതി കൊടുക്കുക. 1, മാതാവിനെ പോലെ തന്നെ പിതാവിനോടും നമുക്ക് ധാരാളം ഡാഷ് മുകളിലുണ്ട്. ഏതാണ്? കടപ്പാടുകളുണ്ട്. 2, ഈ കുട്ടിയാണ് ലോകപ്രസിദ്ധനായ ഇമാം നവവി റഹിമഹുമുള്ള. ബ്രാക്കറ്റിൽ കാണാം. ഇനി അടുത്തത്, മാതാപിതാക്കളുടെ വാക്കുകൾ നാം
അനുസരിക്കണം. അടുത്തത് എത്ര വലുതായാലും നമുക്ക് എല്ലാറ്റിനും ഉമ്മ തന്നെ വേണം. 5 അസ്സലാമു ഡാഷ് ബ്രാക്കറ്റിൽ കാണാം അലൈക്കും. അസ്സലാമു അലൈക്കും. 2 വഅലൈക്കും അസ്സലാം. അടുത്ത പ്രവർത്തനം പൂരിപ്പിക്കുക. 1 ഉമ്മയെ വളരെ സ്നേഹിച്ച ഒരു മകനായിരുന്നു ഡാഷ്. ആരാണ്? യഹ്യ ബിൻ ഷറഫ്. അവിടെ എഴുതി കൊടുക്കുക. ഉമ്മയെ വളരെ സ്നേഹിച്ച മകനായിരുന്നു യഹ്യ ബിൻ ഷറഫ്. പൂരിപ്പിക്കാനാണ്. 2 ഒരു ദിവസം ഉമ്മ കുടിക്കാൻ വെള്ളം കൊണ്ടുവരാൻ ഡാഷ് ആവശ്യപ്പെട്ടു. ഇനി അടുത്തത് 3 മകൻ വെള്ളം കൊണ്ടുവന്നപ്പോഴേക്കും ഉമ്മ ഉറങ്ങിപ്പോയി. 4 ഉമ്മയെ ഉണർത്തുന്നത് ശരിയല്ലെന്ന് മനസ്സിലാക്കി മകൻ വെള്ളവുമായി ഡാഷ്. എന്താണ്? ഉമ്മയെ ഉണർത്തുന്നത് ശരിയല്ലെന്ന് മനസ്സിലാക്കി മകൻ വെള്ളവുമായി ഉമ്മയുടെ അരികെ നിന്നു. 5 പാതിര ശേഷമാണ് ഡാഷ്. പൂരിപ്പിച്ചു കൊടുക്കുക. പാതിര കഴിഞ്ഞ ശേഷമാണ് ഉമ്മ ഉണർന്നത്. ഇതൊക്കെ ഒറ്റ പാഠത്തെയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ വരാനുള്ള കാരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. 6 മകനെ കണ്ടു ഉമ്മ ചോദിച്ചു. മകനെ നീ ഇതുവരെ ഡാഷ്. മകനെ കണ്ട ഉമ്മ ചോദിച്ചു. മകനെ നീ ഇതുവരെ ഉറങ്ങാതെ നിൽക്കുകയായിരുന്നു. നീ ഇതുവരെ ഉറങ്ങാതെ നിൽക്കുകയായിരുന്നു. 7 മകൻ പറഞ്ഞു അതെ ഉമ്മ. അതെ ഉമ്മ ഉണർന്ന ഉടനെ ഡാഷ്. മകൻ പറഞ്ഞു ഉമ്മ ഉണർന്ന ഉടനെ വെള്ളം തരാമെന്ന് കരുതി നിന്നതാണ്. 8 ഉടനെ ഉമ്മ ദുആ ചെയ്തു. അല്ലാഹുവേ ഡാഷ്. അല്ലാഹുവേ എൻ്റെ ഈ ഓമന മകനെ നീ നന്നാക്കണമേ. ഇനി 9 പൂരിപ്പിക്കാനുള്ളതിൽ 9 വലിയവരെ ഡാഷ് ചെറിയവരെ ഡാഷ്. പൂരിപ്പിച്ചു കൊടുക്കാം. വലിയവരെ ബഹുമാനിക്കണം, ചെറിയവരെ സ്നേഹിക്കണം. 10 നമുക്ക് രോഗം വന്നാൽ ഡാഷ് വാങ്ങിത്തരുന്നതും പിതാവാണ്. നമ്മൾ പിതാവ് എന്നുള്ള, അതായത് എൻ്റെ പിതാവ് എന്നുള്ള പാഠത്തിൽ 2ാമത്തെ പാരഗ്രാഫിലുണ്ട്. നമുക്ക് രോഗം വന്നാൽ മരുന്നുകൾ വാങ്ങിത്തരുന്നതും പിതാവാണ്. ഇനി അവസാനത്തെ പ്രവർത്തനം അർത്ഥം എഴുതുക. 1 അൽ ജന്നത്തു തഹ്ത അഖദാമിൽ ഉമ്മഹാത്ത്. അൽ ജന്നത്തു തഹ്ത അഖദാമിൽ ഉമ്മഹാത്ത്. അതിൻ്റെ അർത്ഥം എഴുതി കൊടുക്കുക. ഉമ്മമാരുടെ കാൽ ചുവട്ടിലാണ് സ്വർഗം. ഇതോടുകൂടെ നമ്മുടെ പാദവാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളൊക്കെ അവസാനിച്ചു. ഇതുപോലുള്ള മോഡൽ ചോദ്യങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.